അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം കടുത്തതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായിരിക്കുകയാണ്. തുടർച്ചയായ 12ാം ദിവസവും അമേരിക്ക ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതിന് മറുപടിയായാണ് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടത്. ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് UAE അപലപിച്ചത്. സഹോദര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആക്രമണമെന്ന് വ്യക്തമാക്കിയ UAE വിദേശകാര്യ മന്ത്രാലയം ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 3 അറബ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ശ്രമമുണ്ടായിരുന്നു. ജോർദാൻ സേന 4 മിസൈലുകളും 6 ഡ്രോണുകളും വെടിവെച്ചിട്ടു. കുവൈത്ത് സൈന്യം ശത്രു ഡ്രോണുകളെ പ്രതിരോധിച്ചു. സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് ബഹ്റൈനിൽ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം കടുത്തതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായിരിക്കുകയാണ്. തുടർച്ചയായ 12ാം ദിവസവും അമേരിക്ക ഇറാനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതിനു മറുപടിയായാണ് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും എത്തിയത്. ഹോർമസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചാൽ മേഖലയിലെ എണ്ണ, ഗ്യാസ്, വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നുമാണ് ഇറാന്റെ മറുപടി. ഇതിനിടെ ഹോർമസ് കടലിടുക്കിലുണ്ടായ സ്ഫോടനത്തിൽ എണ്ണ കപ്പലിന് തീപിടിച്ചു. പ്രദേശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും കടലിടുക്ക് പൂർണ്ണമായി അടച്ചതായും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. അതേസമയം സമുദ്രപാതയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായി തുടരുമെന്നാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.